അസ്സലാമലൈക്കും. എല്ലാവരും ഉറക്കമായോ കൂട്ടുകാരെ? ഞങ്ങളങ്ങനെ ഏർവാടിയിലെത്തി. രാത്രി ഒരു 10 മണിയൊക്കെ ആയപ്പോൾ ഏർവാടിയിലെത്തി. റൂമെടുത്തു. റൂമിൽ ഞങ്ങൾ കുളിയൊക്കെ കഴിഞ്ഞ് കിടക്കുന്നു. ഫുഡുണ്ടാക്കി കഴിച്ചു. ഞങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഉപ്പുമാവും മീൻ കറിയാണ് ഞങ്ങൾ ഉണ്ടാക്കിയത്. പിന്നെ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ നല്ല തണുപ്പാണ് ഇവിടെ. പിന്നെ നല്ല തണുപ്പാണ്, കാറ്റും ഒക്കെ ആയിട്ട്. വെള്ളം നല്ല ഉപ്പ് രസമാണ്, അതുകൊണ്ട് വാങ്ങിക്കൊള്ളാനൊന്നും കൊള്ളില്ല. ഞങ്ങൾ വന്നപ്പോൾ വെള്ളമൊക്കെ ആയിട്ടാണ് വന്നത്. എല്ലാ സാധനവും ഞങ്ങൾ വീട്ടിൽ നിന്ന് കൊണ്ടുവരികയാണ് ചെയ്തത്. ഗ്യാസ്, അടുപ്പ്, അരി, സാധനങ്ങൾ, എല്ലാ സാധനവും ഞങ്ങൾ കൊണ്ടുവന്നു. ഞങ്ങളത് ഉണ്ടാക്കി ഫുഡ് കഴിച്ചു. നാളെ ഞങ്ങൾ ഒരു ദിവസം കൂടി ഇവിടെ തങ്ങുന്നുണ്ട്. നാളത്തേക്കുള്ള ഫുഡ് ഇവിടെ ഉള്ള സാധനം ഞങ്ങൾ കരുതിയിട്ടുണ്ട്. കാരണം നമുക്ക് ഇവിടെ നിന്നും കഴിക്കാൻ പറ്റില്ല. ഞങ്ങൾ വെള്ളം കന്നാസിൽ കൊണ്ടുവരികയാണ് ചെയ്തത്. കാരണം ഉപ്പ് രസമായതുകൊണ്ട് വെള്ളമൊന്നും വായിൽ കൊള്ളാനോ പല്ലിലേക്കൊന്നും പറ്റണില്ല. പിന്നെ ഇല്ലെങ്കിൽ പിന്നെ നമ്മൾ ചെയ്തല്ലേ പറ്റുമോ. പിന്നെ വണ്ടിക്ക് വന്നതുകൊണ്ട് ഞങ്ങളെല്ലാം കൊണ്ടുവന്നു. ഏർവാടിയിലൊക്കെ വരാത്തവരായിട്ടായിരുന്നു തന്നെ കാണില്ലായിരിക്കും. എല്ലാവരും തന്നെയൊക്കെ വന്നിട്ടുണ്ടാവും. ഞാനിപ്പോൾ ഒരു 18-20 വർഷം മുമ്പ് ഒന്ന് വന്നിട്ട് പോയതാണ്. അങ്ങനെ ഞങ്ങൾ മീൻകറിയൊക്കെ വീട്ടിൽ നിന്ന് വെച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നാളെ ഞങ്ങൾക്ക് മീൻകറിയും ചോറും. ഇവിടെ ചോറ് വെച്ചാൽ മതി. രാവിലെ ഉപ്പുമാവും മീൻകറി ഉണ്ടാവും. ഉച്ചയ്ക്ക് ചോറ് വെച്ച് പിന്നെ വൈകിട്ടാകുമ്പോഴേക്കും അതേപോലെ തന്നെ ചോറ് ഞങ്ങളോട് വെച്ച് കഴിക്കും. പിന്നെ അത് വെള്ളിയാഴ്ച ഇൻഷാ അല്ലാഹ് പള്ളിക്ക് കഴിഞ്ഞ് ഞങ്ങളിവിടെ ഇറങ്ങും. വീട്ടിലേക്ക് തിരിച്ചു പോകണം എന്ന് വിശ്വസിക്കുന്നു. എല്ലാവർക്കും സുഖമാണ്. ഏർവാടി കാണാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഇതേപോലെയൊക്കെ എപ്പോഴെങ്കിലുമൊക്കെ അവസരം കിട്ടുമ്പോഴൊന്ന് വരണം. ഇതൊക്കെ ഒന്ന് കാണാനൊക്കെ നമുക്ക് ഒരുപാടുണ്ട്. സുഖമില്ലാത്ത ആൾക്കാരെ കാണുമ്പോൾ തന്നെ നമുക്ക് പാവം തോന്നും. ഞങ്ങൾ വന്നിറങ്ങിയപ്പോൾ തന്നെ ഒരു പെണ്ണ് വടിയായിട്ട് നമ്മളെ കണ്ടുകൊണ്ട് ഇറങ്ങി വന്നെയാന്ന് ഒരു വടിയൊക്കെ ഇങ്ങനെ പിടിച്ചുകൊണ്ട് സ്വന്തം മേലിനിട്ടിട്ട് തൊണ്ടടിഞ്ഞ് അടിച്ചിട്ട് വരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ തന്നെ വല്ലാത്തൊരു വിഷമം തോന്നി. ഞങ്ങൾ പറഞ്ഞു സുഖമില്ലാത്തൊരു പെണ്ണാന്ന് തോന്നുന്നു. ഓരോന്നും പറയുകയല്ല. അപ്പോഴേക്കും പിന്നെ എന്തോ മേലിനൊക്കെ ഇട്ട് വടിയിട്ട് തൊണ്ടടിക്കുന്നത് പോലെ ഇത് കാണിക്കുന്നു. ഞങ്ങൾ വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നില്ല അതിന് മുമ്പ്. വണ്ടി നിർത്തിയിട്ട് തന്നെ അപ്പം തന്നെ ഞാൻ പേടിച്ചു. എനിക്ക് ഭയങ്കര പേടി അങ്ങനെ കാണുന്നത്. ഇൻഷാ അല്ലാഹ് നാളെ പള്ളി രാവിലെ എഴുന്നേറ്റ് കുളിച്ച് പള്ളിയിൽ പോകണം. പിന്നെ എൻ്റെ ഉമ്മച്ചിയുടെ ഫാമിലി എല്ലാവരും ഉണ്ട് ഇവിടെ. എൻ്റെ ഫാമിലിയിൽ എൻ്റെ മാമാടെ മോൻ എന്നെ വന്നിന്ന് നോക്കി. അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്ന്. അസ്സലാമലൈക്കും. എല്ലാവരും എനിക്ക് വേണ്ടി ദുആ ചെയ്യണം. ഞാൻ നാളെ പള്ളിയിൽ പോകുമ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും വേണ്ടി, യൂട്യൂബിലെ കൂട്ടുകാർക്കും വേണ്ടി ദുആ ചെയ്യും. പിന്നെ എനിക്ക് ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അസ്സലാമലൈക്കും.